ഈ ഒരു സെക്ഷൻ പ്രധാനമായിട്ടും ഡ്രോൺ മേക്കിങ്ങിൻ്റെ ഡിജിറ്റലായിട്ടുള്ളൊരു വർക്ക്ഷോപ്പ്, ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിന് അറ്റൻഡ് ചെയ്യാം. അതായത് ഡിജിറ്റൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യാം. അതായത് ഡിജിറ്റൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങളിപ്പോൾ കിറ്റ് നിങ്ങളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിറ്റ് മേടിക്കാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ കമ്പോണൻസുകളെല്ലാം, ഡ്രോണിൻ്റെ കമ്പോണൻസുകളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റിയലി ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് കിറ്റ് മേടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, കിറ്റ് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പ് നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രോണിൻ്റെ ഫുൾ കിറ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ കിറ്റ് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ പർച്ചേസ് ചെയ്തിട്ട് അതിനൊപ്പം തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, എത്ര സ്റ്റെപ്പുകൾ വരുന്നുണ്ട്, എങ്ങനെയാണ് ആ ട്രെയിനിങ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. ആദ്യമേ തന്നെ ഡ്രോണിനെ പറ്റി എന്താണെന്ന് പറയാം. ഈ ഒരു സെക്ഷനകത്ത് പ്രധാനമായിട്ടും cc3d ഉപയോഗിച്ചിട്ടുള്ള, അതായത് cc3d എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് കൺട്രോളർ ഉപയോഗിച്ചിട്ടുള്ള, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് കൺട്രോളർ ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനിങ് സെക്ഷൻസാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ cc3dക്കകത്ത് കോഡിങ് ഒരുപാട് ഉണ്ടാവത്തില്ല. അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ലിബർ പൈലറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ കാലിബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ട് കോഡ്കോപ്റ്റർ ഡ്രോൺ ആണ് ഇതിനകത്ത് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റു ഡ്രോണുകളെ പറ്റിയും മറ്റ് ഡിസൈനുകളെ പറ്റിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ടൈപ്പ് ഡ്രോണുകൾ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ബിഗിനറായിട്ടുള്ള ഒരാൾ, അതായത് സീറോ നോളജ്, ഡ്രോണിനെ പറ്റി സീറോ നോളജ് ഉള്ള ആർക്കും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാം. കാരണം ബേസിക് ലെവലിൽ തൊട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സീറോ നോളജ് ഉള്ളവർക്കും സ്റ്റാർട്ട് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് കണ്ടുപോകാൻ നോക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചിട്ട് കാണരുത്. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നോക്കുക. കാരണം ഓരോ സ്റ്റെപ്പിനകത്തും ഓരോ പറയുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ കമ്പോണൻസുകളെ പറ്റി പറയുമ്പോഴും അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡ്രോണിൻ്റെ എല്ലാ കമ്പോണൻസുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ പാർട്ട് 1 അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടാവും. സ്റ്റെപ്പ് 2 ആണെങ്കിലും കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ 1-2 സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരത്തില്ല എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റെപ്പുകളും കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം താഴെ ഈ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ട്രാൻസാക്ഷൻ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ട, അല്ലെങ്കിൽ വീഡിയോ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിൻ്റെ പ്രൂഫായിട്ട് പേയ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ID നിങ്ങൾ എൻ്റർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ നോക്കാം. ജസ്റ്റ് ഷോർട്ടായിട്ട് ഈ ഒരു സെക്ഷനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ പറയാം. 4 സെക്ഷൻസാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത്. സ്റ്റെപ്പ് 1 ഡ്രോണിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. അത് 3 മണിക്കൂറാണ് ആ ഒരു ട്രെയിനിങ് സെക്ഷൻ വീഡിയോ വരുന്നത്. അതിന് വർഷത്തോളം അവൈലബിൾ ആണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അസംബ്ലിംഗ് സെക്ഷനാണ്. 1 മണിക്കൂർ സംതിങ് ആണ് അതിൻ്റെ വീഡിയോ സെക്ഷൻ വരുന്നത്. ഡ്രോൺ അസംബ്ലി ചെയ്യാൻ DJ450 ഫ്രെയിം അസംബ്ലി ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 2വിനകത്ത് വരുന്നത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് cc3dയുടെ കോൺഫിഗറേഷനാണ്. ഏകദേശം 2 മണിക്കൂർ സംതിങ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ ഏകദേശം 2 മണിക്കൂർ വരുന്നുണ്ട്. അതിനകത്ത് cc3d ഫ്ലൈറ്റ് കൺട്രോളർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡ്രോണിനെ കാലിബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ cc3d ഫ്ലൈറ്റ് കൺട്രോളിനകത്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആണ് അതിനകത്ത് വരുന്നത്. അതിനും വെർച്വൽ അവൈലബിൾ ആണ്. സ്റ്റെപ്പ് 4നകത്ത് ഡ്രോണിൻ്റെ PID വാല്യൂ ട്യൂണിങ്, ഡ്രോൺ എങ്ങനെ ഫ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഡ്രോണിൻ്റെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡ്രോണിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്റ്റെപ്പ് 4നകത്ത് വരുന്നത്. അതിന് വെർച്വൽ അവൈലബിൾ അല്ല. അതിന് ആ ഒരു ട്രെയിൻ സെക്ഷൻ വരുന്നത് ഏകദേശം 1 മണിക്കൂറിന് മുകളിലാണ്. ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് സംതിങ് ആണ് അതിൻ്റെ ട്രെയിനിങ് സെഷൻ വരുന്നത്.
അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഏറ്റവും ആദ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രോണിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻട്രോ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. ഇപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് 3 വരെ കണ്ടു. സ്റ്റെപ്പ് 4ലേക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്ത് പോകണമെങ്കിൽ ഒരു ഓപ്ഷനാണ്. അതായത് സ്റ്റെപ്പ് 4ൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ സ്റ്റെപ്പ് 4ൻ്റെ അവിടേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇൻട്രോ സെക്ഷനിലേക്ക് പോകണമെങ്കിൽ അതിന് ഇൻട്രോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ അതിനകത്ത് ഈ ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ആഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബട്ടൺസ് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബട്ടൺസ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഈ ഒരു പറഞ്ഞു പോകുന്ന വീഡിയോ ആണ് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു വീഡിയോ സെക്ഷൻ വരുന്നതെല്ലാം മലയാളത്തിലായിരിക്കും അതിൻ്റെ വീഡിയോ സെക്ഷൻസ് എല്ലാം വരുന്നത്. സ്റ്റെപ്പ് 1 ഇപ്പം മൊത്തം 4 സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഡ്രോണിനെ പറ്റിയും ഡ്രോണിൻ്റെ കമ്പോണൻസുകളെ പറ്റിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. അത് ഏകദേശം ഒരു 3 മണിക്കൂർ സംതിങ് വരും അതിൻ്റെ വീഡിയോ ലെങ്ത്, ട്രെയിനിങ് സെക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിന് സ്റ്റെപ്പ് 1 നമുക്ക് വെർച്വൽ ടൂൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. ഡ്രോണിൻ്റെ ഓരോ കമ്പോണൻസുകളെ പറ്റി പറയുന്നുണ്ട്, ഡ്രോണിൻ്റെ എല്ലാ പാർട്സുകളെ പറ്റി പറയുന്നുണ്ട്, എന്താണ് ഡ്രോൺ എന്ന് പറയുന്നുണ്ട്, ഡ്രോൺ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഡ്രോണിനെ സംബന്ധിച്ച് എല്ലാ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളും കമ്പോണൻസുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വെർച്വൽ ടൂൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇപ്പോൾ ഞാൻ സ്റ്റെപ്പ് 2ൻ്റെ ഇത് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഒരു രൂപയുടെ ചിഹ്നം കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ രൂപയുടെ ഒരു ചിഹ്നം കാണാം, റുപ്പീസിൻ്റെ ഒരു ചിഹ്നം കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, നിങ്ങൾ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ സൈൻ അപ്പ് എന്ന് കാണിക്കും. സൈൻ അപ്പ് ആണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ സൈൻ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കാണിക്കും. ഇവിടെ ആയിരിക്കും സൈൻ അപ്പിൻ്റെ സംഭവം കാണിക്കുന്നത്. ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ലോഗിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻ ഇവിടെ കാണിക്കും. റെൻ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും, പർച്ചേസ് എന്ന ഓപ്ഷൻ കാണിക്കും. പർച്ചേസിന് പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും, റെൻറ്റിനാണെങ്കിൽ പ്രൈസ് കുറവായിരിക്കും. റെൻറ്റ് മീൻസ് 48 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ. അത് ഓരോ വീഡിയോയ്ക്കും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ റെൻ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിലും ഡിഫറൻസ് ഉണ്ടാവും. അതിൻ്റെ ചിലപ്പോൾ ടൈം പീരീഡിലും ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ റെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 48 മണിക്കൂറാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടും. അതായത് നിങ്ങൾക്ക് 48 മണിക്കൂറിന് ഇടയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഓരോ തവണയും നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട. 48 മണിക്കൂറാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ടാൽ മതി. അതുപോലെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 1 ടൈം പേയ്മെൻ്റ് ആയിരിക്കും, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് കാണാം. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡിൽ അടിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ വീഡിയോ കാണാൻ പറ്റും. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. പിന്നെ വെർച്വൽ ടൂൾ ഇപ്പോൾ സ്റ്റെപ്പ് 1ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വാച്ച് നൗ എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഓരോന്ന് കണ്ട് 48 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ കണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോയ്ക്കകത്ത് ആ ഓരോ സ്റ്റെപ്പിനകത്തും ആ ഒരു വെർച്വൽ ടൂൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് യൂസ് ചെയ്യുക. ഇപ്പോൾ വെർച്വൽ ടൂളിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അത് ഈ കൊടുത്തിരിക്കുന്നത് വെർച്വൽ ടൂളിൻ്റെ ആണ്. ഇപ്പോൾ ഇവിടെ ഓക്കെ ബട്ടൺ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഓക്കെ ബട്ടൺ എനേബിൾ ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ നോട്ട് സപ്പോർട്ടിങ് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഒന്നും കൂടി ബാക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി റീഫ്രഷ് ചെയ്യുക പേജ്. ഒന്നുകിൽ റീഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്പിനകത്താണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി വരിക, പേജിലേക്ക് വീണ്ടും കയറുക. അപ്പോൾ ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്. നെറ്റ് സ്ലോ ആണെങ്കിൽ ചിലപ്പോൾ എറർ എന്തെങ്കിലും കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡാവും. ഈ ഒരു വെർച്വൽ ടൂൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡാവും. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ലോഡാവുന്നതിന് സമയം ഇതൊക്കെ എടുക്കും. നെറ്റ് ഭയങ്കര സ്ലോ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. സ്പീഡാണെങ്കിൽ അത്യാവശ്യം വേഗം ആവും സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വെർച്വൽ ടൂൾ ലോഡ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ലോഡായിക്കോളും. പിന്നെ ആ ഓരോ സ്റ്റെപ്പിനകത്തും പറഞ്ഞു പോകുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അത് സ്ലൈഡ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രെയിമിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ലൈഡ് ബാർ ഉണ്ടാവും. സ്ലൈഡ് ബാറിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്ത് പോകാൻ പറ്റും. അത് ഓരോ വീഡിയോയ്ക്കകത്തും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വെർച്വൽ ടൂൾ എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. വെർച്വൽ ടൂൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ വീഡിയോ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ആ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വെർച്വൽ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓരോ കാര്യങ്ങൾ വന്ന് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റെപ്പ് 2ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വെർച്വൽ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങളിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജ് സ്ക്രോൾ ആവത്തില്ല. അപ്പോൾ പേജ് സ്ക്രോൾ ആക്കണമെങ്കിൽ വെർച്വൽ ടൂളിന് പുറത്തേക്ക് വന്നിട്ട് വേണം നിങ്ങൾ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഇനി സ്റ്റെപ്പ് 2 വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അസംബ്ലിംഗ് സെക്ഷനാണ്. ഡ്രോണിൻ്റെ DJF450 എന്ന് പറയുന്ന ക്വാഡ്കോപ്റ്റർ ഡ്രോൺ എങ്ങനെ അസംബിൾ ചെയ്യാം എന്ന് പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഇത് ഏകദേശം 1 മണിക്കൂറിന് താഴെയാണ് വീഡിയോ വരുന്നത്. അപ്പോൾ അസംബ്ലിംഗ് സെക്ഷനാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഡ്രോണിൻ്റെ കിറ്റുകൾ അസംബിൾ ചെയ്യാൻ റിയൽ ആയിട്ടുള്ള കിറ്റുകൾ അത് സെയിം മെത്തേഡ് തന്നെ എങ്ങനെ അസംബിൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അതിന് വെർച്വൽ ടൂൾ അവൈലബിൾ ആണ്. സ്റ്റെപ്പ് 2 വെർച്വൽ ടൂൾ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റെപ്പ് 2 നിങ്ങൾക്ക് പേജ് ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെർച്വൽ ടൂളിൽ ഇല്ലാത്ത കാര്യങ്ങൾ വീഡിയോയ്ക്കകത്തായിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയും കണ്ടിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല വെർച്വൽ ടൂൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളിൽ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് cc3d ഫ്ലൈറ്റ് കൺട്രോളർ ഉപയോഗിച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്ലൈറ്റ് കൺട്രോളിനെ കാലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അത് കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ cc3d ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ബ്രെയിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളെല്ലാം ഈക്വലൈസ് ചെയ്യുന്നതും. അപ്പോൾ ഇതിനകത്തും സ്റ്റെപ്പ് 3 വെർച്വൽ ടൂൾ അവൈലബിൾ ആണ്. വെർച്വൽ ടൂൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ വർക്ക് ആവണമെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പക്ഷേ കിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കിറ്റ് ഇല്ലാത്തവരുടെ കേസിനകത്ത് അതിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെർച്വൽ ടൂളിനകത്തും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത്തരം കാര്യങ്ങളാണ് സ്റ്റെപ്പ് 3 വരുന്നത്. സ്റ്റെപ്പ് 4 ഡ്രോണിൻ്റെ PID വാല്യൂസ്, അതായത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റെപ്പ് 4 പറയുന്നത്. സ്റ്റെപ്പ് 4 വെർച്വൽ ടൂൾ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് വീഡിയോ മാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ടിരിക്കാൻ മാത്രമാണ് പറ്റത്തുള്ളൂ. അത് വീഡിയോ കണ്ടുകൊണ്ട് തന്നെയുള്ള ട്രെയിനിങ് ആണ് സ്റ്റെപ്പ് 4 വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഡ്രോണിൻ്റെ PID, അതായത് ഡ്രോണിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, എങ്ങനെയാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, അങ്ങനെ ഡ്രോണിനെ സംബന്ധിച്ചായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സ്റ്റെപ്പ് 4 പറഞ്ഞു പോകുന്നത്. പിന്നെ സ്റ്റെപ്പ് 5 വരുന്നത് അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്റ്റെപ്പ് 5 വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ പേജ്, ഇപ്പോൾ സ്റ്റെപ്പ് 1 ചെയ്യുന്നതെങ്കിൽ വീഡിയോയും വെർച്വൽ ടൂളും ഒരുമിച്ച് വരുന്ന രീതിയിൽ നിങ്ങൾ പേജ് പതുക്കെ സ്ക്രോൾ ചെയ്ത് വെച്ചിട്ട് വേണം ആ ഒരു വീഡിയോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ